മനസാക്ഷി മരവിച്ച മണ്ണിലേക്ക് പിറന്നു വീഴേണ്ടി വന്ന ഒരു കുഞ്ഞിന്റെ ദുരവസ്ഥ. ജന്മം നൽകിയ അമ്മ കഴുത്തുഞെരിച്ച് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരു കെട്ടകാലം. ആലപ്പുഴ ചേർത്തലയിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് കരളലിയിപ്പിക്കുന്ന കഥകളാണ്. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി പ്രസവിച്ച കുഞ്ഞിനെ തേടിയുള്ള അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കുട്ടിയെ തൃപ്പൂണിത്തുറയിലെ ഒരു കൂട്ടർക്ക് വിറ്റതായാണ് യുവതി ആദ്യം നൽകിയ മൊഴി. പിന്നീട് ഇവരുടെ കാമുകനെ കൂടി ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് വ്യക്തമായി. 2 കുട്ടികളുടെ അമ്മയായ ചേർത്തല പള്ളിപ്പുറം സ്വദേശിനിയായ യുവതിക്ക് അവക്കിത് ബന്ധത്തിലാണ് 3ാമത്തെ കുഞ്ഞ് പിറന്നത്. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 26-നാണ് ആശ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. പിന്നീട് 31-ാം തീയതി ആശുപത്രി വിട്ടു. കുട്ടി ജനിച്ച വിവരം ആശുപത്രി അധികൃതർ പഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്തിൽ നിന്ന് നവജാത ശിശു പരിപാലനത്തിന്റെ ഭാഗമായുള്ള അന്വേഷണം വന്നപ്പോൾ കുഞ്ഞ് തന്റെ പക്കലില്ല എന്ന വിവരം ആശ വ്യക്തമാക്കി. വളർത്താൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ തൃപ്പൂണിത്തുറ സ്വദേശികൾക്ക് കൈമാറിയെന്നാണ് അവർ പറഞ്ഞത്. ഇതോടെ ആശാ വർക്കർ വീട്ടിലെത്തി. അവരോടും 2 മക്കളുടെ അമ്മ കൂടിയായ ആശ ഇക്കാര്യം തന്നെ പറഞ്ഞു. സംശയം തോന്നിയ ആശാപ്രവർത്തക വാർഡ് മെമ്പർ ഷിൽജയെ വിവരമറിയിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഷിൽജ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആശയെയും ആൺസുഹൃത്ത് രതീഷിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യം തൃപ്പൂണിത്തുറ സ്വദേശികൾക്ക് കുട്ടിയെ നൽകിയെന്ന മൊഴിയിൽ ഉറച്ചുനിന്ന ഇവർ പിന്നീട് കുട്ടി മരിച്ചുവെന്ന് പോലീസിനോട് സമ്മതിച്ചു. തുടർ ചോദ്യം ചെയ്യലിൽ ആശയുമായി ചേർന്ന് രതീഷ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് മൃതദേഹം തേടി പള്ളിപ്പുറം പുലുവേലി ഭാഗത്തുള്ള രതീഷിന്റെ വീട്ടിലേക്ക്. രതീഷിന്റെ വീടിന്റെ പരിസരത്തും പൊന്തക്കാട്ടിലുമൊക്കെയായി നടത്തിയ പരിശോധനയിൽ ആദ്യം കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ടുവന്ന വസ്ത്രം കണ്ടെത്തി. പിന്നീട് ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹവും. ആശ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരോടും ഭർത്താവിനോടും മറച്ചുവെച്ചിരുന്നതായാണ് മൊഴി. വയറ്റിൽ മുഴയാണെന്നാണ് ഭർത്താവ് മനോജിനോട് പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയതും ഇതിനായി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആശുപത്രി രേഖകളിൽ ആശയ്ക്കൊപ്പമുണ്ടായിരുന്നത് രതീഷാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 31-ന് തന്നെ സഞ്ചിയിൽ കുഞ്ഞിനെ രതീഷിന് കൈമാറിയെന്നാണ് ആശ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത്. മൃതദേഹം ആദ്യം ഒളിപ്പിച്ചത് ശുചിമുറിയിലല്ലെന്ന് പോലീസ് പറയുന്നു. പൊന്തക്കാട്ടിലോ സെപ്റ്റിക് ടാങ്കിലോ ആണെന്നാണ് സംശയിക്കുന്നത്. സംഭവം പുറത്തായതോടെ തിരിച്ചെടുത്ത് കത്തിച്ചു കളയാനായാണ് ശുചിമുറിയിൽ സൂക്ഷിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 ആലപ്പുഴ.